ഒരാണും പെണ്ണും കെട്ടവനാവാൻ വേണ്ടിയിട്ടാണോ പുറത്തേക്ക് പഠിക്കാൻ വിട്ടതെന്ന് വരെ വീട്ടിൽ ചോദിച്ചു തുടങ്ങി. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥലത്തൊക്കെയാണ് താമസിച്ചിരുന്നത്. +2 സമയങ്ങളിൽ തന്നെ എനിക്ക് സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തും സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തും കൗൺസിലിങ്ങിനെല്ലാം കൊണ്ടുപോയിരുന്നു. എൻ്റെ പേര് ആദം ഹാരി. ഞാനൊരു ട്രാൻസ്മാനാണ്. കൂടാതെ ഇന്ത്യയിലെ ആദ്യത്തെ തന്നെ ട്രാൻസ്മെൻ പൈലറ്റാണ്. പ്രൈവറ്റ് പൈലറ്റ് ട്രെയിനിങ് ചെയ്യുന്നത് ജോഹന്നസ്ബർഗിൽ നിന്നാണ്. അതിനുശേഷമാണ് പിന്നെ കമ്മോട്ടായി ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യുന്നതും വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതൊക്കെ. ഒരു 1.5 വർഷത്തോളം വീട്ടിലൊന്നും ഇപ്പോൾ കോൺടാക്റ്റ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്താണ് ഇപ്പോൾ എൻ്റെ ന്യൂസ് വരുന്നത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ട്രാൻസ്മെൻ പൈലറ്റ് എന്നുള്ളൊരു റിപ്പോർട്ട് വരുന്നതിന് ശേഷം മാതൃഭൂമിയിലാണ് ആദ്യമായിട്ട് എൻ്റെ സ്റ്റോറി വരുന്നത്. അതിനുശേഷം പിന്നീട് ഒരുപാട് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും കുറച്ച് ഗവൺമെൻറ് കോൺടാക്ട്സ് കിട്ടുകയും IAS ബിജു പ്രഭാകർ സാറിനെ പോയി കാണാനായിട്ട് ഒരു അവസരം ലഭിക്കുകയും ചെയ്തു. അപ്പം സാർ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടാണ് ആദ്യമായിട്ട് എനിക്കിപ്പോൾ നമ്മുടെ ട്രാൻസ് ഐഡൻറ്റിറ്റി അറിയുമ്പോൾ ഒരുപാട് അക്കാഡമീസ് എല്ലാം റിജക്റ്റ് ചെയ്യുമായിരുന്നു. എന്നിട്ട് സാറിൻ്റെ റിസ്കിൽ ഒരുപാട് മീറ്റിംഗ് എല്ലാം നടത്തിയിട്ട് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏവിയേഷൻ ആൻഡ് ടെക്നോളജി ട്രിവാൻഡ്രം എയർപോർട്ടിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എനിക്ക് അഡ്മിഷൻ ലഭിച്ചു. അപ്പം സ്വന്തം ഐഡൻറ്റിറ്റിയിൽ തന്നെയാണ് തുടർ പഠനത്തിനായിട്ടുള്ള അവസരം ലഭിച്ചത്. കൂടാതെ ഇതിനുള്ള ഫിനാൻഷ്യൽ എയ്ഡ് അവർ നെഗോഷിയേറ്റ് ചെയ്ത് തരാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ നൈപുണ്യ വികസന പദ്ധതിയിൽ നിന്ന് എനിക്ക് സ്കോളർഷിപ്പ് ഇപ്പോൾ അപ്രൂവ് ആയിട്ടുണ്ട്. 23 lakhs വരുന്ന ഒരു വലിയൊരു തുക തന്നെയാണ് ഗവൺമെൻറ് എനിക്ക് വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുള്ളത്. ജോഹന്നസ്ബർഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടുത്തെ ആളുകൾ കുറച്ചുകൂടി അക്സെപ്റ്റിംഗ് ആയിരുന്നു. ഇന്ത്യയിലെ ആളുകളെക്കാളും കുറച്ചുകൂടിയും ജെൻഡറും സെക്ഷുവാലിറ്റി എല്ലാം പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആളുകളാണ്. അവിടെ അങ്ങനെ ഒരു പാർഷ്യാലിറ്റി ഒന്നും ഫീൽ ചെയ്തിട്ടില്ല ജെൻഡറിൻ്റെ കാര്യത്തിൽ. അവർ വളരെ സപ്പോർട്ടീവായിരുന്നു. എൻ്റെ ചെറുപ്പം മുതലേയുള്ള സ്വപ്നമായിരുന്നു ഒരു പൈലറ്റാണോ ഫ്ലൈ ചെയ്യണം എന്നുള്ളത്. വലിയൊരു പാഷനായിരുന്നു. അപ്പം അത് ഫുൾഫിൽ ചെയ്തപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ആദ്യത്തെ ഫ്ലൈറ്റായിരുന്നു എൻ്റെ ലൈഫിൽ തന്നെ ഏറ്റവും വലിയ നല്ലൊരു അനുഭവം. ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു. ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ ഫ്ലൈറ്റ് വിവേക് അലൂരി എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ടറുടെ കൂടെയാണ് ചെയ്തത്. അപ്പം ആദ്യമായിട്ട് ഫ്ലൈ ചെയ്യുന്നതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. ബിക്കോസ് ഫ്ലൈറ്റിൽ പോയിട്ടുണ്ടെങ്കിലും കോക്ക്പിറ്റിൽ ഇരിക്കാൻ കിട്ടുന്ന ഒരു ചാൻസാണ്. കോക്ക്പിറ്റ് കാണണം എന്നുള്ള ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുന്നത് വലിയൊരു കാര്യമായിട്ടാണ് കണ്ടിരുന്നത്. അപ്പോൾ ഇത്രയും നാൾ ചെറുപ്പം മുതലേ ഉള്ള ആ ഒരു സ്വപ്നം ആദ്യമായിട്ട് പൂർത്തീകരിക്കാനായിട്ട് പറ്റുന്ന ഒരു അവസരമായിരുന്നു ഫസ്റ്റ് ഇൻട്രോ ഫ്ലൈറ്റ്. എനിക്കറിയില്ലായിരുന്നു ഞാൻ ചെന്ന ഉടനെ തന്നെ എന്നെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഫ്ലൈറ്റ് ചെയ്യിപ്പിക്കുമെന്ന് അറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചിരുന്നത് കുറേ തിയറിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും പോകുന്നത്. പക്ഷേ ഞാൻ ജോഹന്നസ്ബർഗിൽ എത്തിയ അന്ന് തന്നെ ഫ്ലൈ ചെയ്യാനായിട്ട് ഇൻട്രൊഡക്ഷൻ ഫ്ലൈറ്റിനായിട്ട് കൊണ്ടുപോകാനുണ്ടായത്. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വന്നത് എൻ്റെ വിഷമങ്ങളെല്ലാം ഭൂമിയിലോട്ട് വെച്ചിട്ട് ഞാൻ ടേക്ക് ഓഫ് ചെയ്തതാണ്. എൻ്റെ കൈ ആ കൺട്രോൾസിൽ വെച്ചിട്ട് കൺട്രോൾ ഹാൻഡിൽ വെച്ചിട്ട് ഞാൻ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ആ ഒരു ഫീൽ എക്സ്പീരിയൻസ് ചെയ്തിരുന്നു. വല്ലാത്തൊരു സന്തോഷമായിരുന്നു തോന്നിയിരുന്നത്. എൻ്റെ ജെൻഡർ ഐഡൻറ്റിറ്റി ഒളിപ്പിച്ച് വയ്ക്കുന്നതിൽ ഞാൻ പലപ്പോഴും പരാജയപ്പെട്ടിരുന്നു. എത്രത്തോളം ഹൈഡ് ചെയ്ത് വെച്ചാലും അത് എന്നിൽ പ്രകടമായിരുന്നു. കാരണം തെറ്റായ ഒരു ശരീരത്തിൽ ജനിച്ച ഒരാൾ ആയിരുന്നു ഞാൻ. കാരണം എൻ്റെ ശരീരവും എൻ്റെ മനസ്സും ഒട്ടും യോജിച്ചു പോകില്ലായിരുന്നു ചെറുപ്പം മുതലേ. കാരണം ഞാനൊരു കുറച്ചുകൂടി മാസ്കുലിൻ ആയിട്ടുള്ള ഒരാളായിരുന്നു. എൻ്റെ ജെൻഡർ പെർഫോമൻസ് എന്ന് പറഞ്ഞ ഒരു ആൺകുട്ടിയുടെ ഇതുപോലെ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഞാൻ ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്നത്. ഞാനൊരു ആൺകുട്ടിയാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. കാരണം എനിക്ക് പലപ്പോഴും ഞാൻ കണ്ണാടിയിൽ പോലും നോക്കാനായിട്ട് ഭയപ്പെട്ടിരുന്നു. കാരണം എൻ്റെ ഉള്ളിലുള്ള എന്നെയല്ല ഞാൻ പലപ്പോഴും മിററിൽ കണ്ടിരുന്നത് ചെറുപ്പകാലങ്ങളിൽ. വീട്ടുകാരെൻ്റെ മാറ്റങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരുന്നു. കാരണം മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പല കാര്യങ്ങളുമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അവർ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ആദ്യമൊന്നും അവരത് കാര്യമാക്കി എടുത്തിരുന്നില്ല. പിന്നീട് ഇത് വലിയൊരു പ്രശ്നമായി തുടങ്ങിയത് എനിക്ക് എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോകാനൊന്നും പറ്റിയിരുന്നില്ല. സ്കൂളിൽ പോകുമ്പോഴും ഒരുപാട് പ്രശ്നങ്ങൾ, മാനസികമായി ഒരുപാട് തളർത്തുന്ന രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടാകുമായിരുന്നു. കാരണം മറ്റു കുട്ടികളുടെ കളിയാക്കലുകൾ, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു, എന്താണ് ഇങ്ങനെ ആറ്റിറ്റ്യൂഡ്, ആൺകുട്ടികളുടെ പോലെയുള്ള ആറ്റിറ്റ്യൂഡ്. അപ്പം അങ്ങനെ പല പരിഹാസങ്ങളും ടീച്ചർമാരുടെ ഭാഗത്തുനിന്നും ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചൊരു ഓർത്തഡോക്സ് ആയിട്ടുള്ള ക്രിസ്ത്യൻ മിഷണറി സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത്. അവരൊട്ടും അക്സെപ്റ്റ് ചെയ്യില്ലായിരുന്നു. അപ്പോൾ ആരോടും ഇത് തുറന്നു പറയാനുള്ള ഒരു സ്പേസ് എനിക്കുണ്ടായിരുന്നില്ല. ടീച്ചേഴ്സിൻ്റെ അടുത്തായാലും ഫ്രണ്ട്സിൻ്റെ അടുത്തായാലും പാരൻസിൻ്റെ അടുത്തായാലും പേടിയായിരുന്നു ഇതൊന്ന് തുറന്നു പറയാനായിട്ട്. +2 സമയങ്ങളിൽ തന്നെ എനിക്ക് സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തും സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തും കൗൺസിലിങ്ങിനെല്ലാം കൊണ്ടുപോയിരുന്നു. അവർ സജസ്റ്റ് ചെയ്തിരുന്നത് വളരെ റോങ് ആയിട്ടുള്ള ചില ട്രീറ്റ്മെൻറ്റ്സ്, കറക്ഷൻ ട്രീറ്റ്മെൻറ്റ് പോലെയുള്ള ട്രീറ്റ്മെൻ്റ് ആയിരുന്നു അവർ സജസ്റ്റ് ചെയ്തിരുന്നത്. ഇതുപോലെ എന്താ പറയുക,
ട്രാൻസ്മെൻ ആണെങ്കിൽ അതെന്തുകൊണ്ട് മീശയില്ല, അതുപോലെയുള്ള ചോദ്യങ്ങളൊക്കെ ആയിരുന്നു അവർ ചോദിച്ചിരുന്നത്. ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ പോലും പല സൈക്യാട്രിസ്റ്റുകൾക്കും ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് എൻ്റെ അഡ്മിഷൻ്റെ കാര്യമെല്ലാം ശരിയാവുക. എനിക്കിതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് കണ്ടപ്പോൾ അവർ ആദ്യമെല്ലാം സപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നെ ഒരു ഓർത്തഡോക്സ് മുസ്ലിം ഫാമിലിയിൽ നിന്ന് അങ്ങനെ പഠനത്തിന് പുറത്തൊക്കെ, പ്രത്യേകിച്ച് ജോഹന്നാസ്ബർഗ് പോലെയുള്ള ഒരു രാജ്യത്തേക്കൊന്നും വിടില്ലായിരുന്നു. പിന്നെ അവർ എൻ്റെ ഒരു ആഗ്രഹം കണക്കിലെടുത്ത് പിന്നെ ഒരുപാട് പ്രഷർ ഉണ്ടായിരുന്നു. മീൻസ് എൻ്റെ ചില റിലേറ്റീവ്സിൽ ചിലർ പറഞ്ഞു എന്തായാലും വിടണം എന്നെല്ലാം പറഞ്ഞു. പിന്നെ എല്ലാവരും സൊസൈറ്റിയിൽ എല്ലാവരും അറിഞ്ഞിരുന്നു ഞാൻ ഓൾറെഡി പൈലറ്റ് ട്രെയിനിങ്ങിന് പോകണം. അപ്പോൾ അവരെല്ലാം ചോദിച്ചു തുടങ്ങിയപ്പോൾ പിന്നെ വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല. സോ ഫൈനലി എന്നെ അവിടുന്ന് എൻ്റെ പൈലറ്റ് ട്രെയിനിങ്ങിനായിട്ട് വിടുക ചെയ്തത്. അതിന് ഞാൻ ലോൺ എടുത്തിട്ടാണ് പോയത്. ഞാൻ അത്ര ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്നല്ലാത്തതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അവിടെ പോയപ്പോഴും. അങ്ങനെ 4 മാസത്തോളം സുഗമമായിട്ടാണ് പൈലറ്റ് ട്രെയിനിങ് എല്ലാം പോയത്. അതിനുശേഷം വളരെ വിഷമം അനുഭവിച്ചിരുന്നു. കാരണം സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം എൻ്റെ പിക്ചേഴ്സ് എല്ലാം കണ്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ ഹെയർ എല്ലാം ഫുള്ള് ട്രിം ചെയ്യായിരുന്നു. ഷോർട്ട് ഹെയർഡ് ആയിരുന്നു, എന്നാലും അവിടെ ചെന്നപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഹെയർ ട്രിം ചെയ്തു. പിന്നെ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലോത്ത്സ് എല്ലാം ഇട്ട് തുടങ്ങി. ഒരുപാട് എൻ്റെ ജെൻഡർ ആയിട്ട് എൻ്റെ മനസ്സും ശരീരവുമായിട്ട് ഒത്തിണങ്ങുന്ന രീതിയിലായിരുന്നു ഞാൻ ഡ്രസ്സ് ചെയ്തിരുന്നത്. അപ്പം അതെല്ലാം മറ്റുള്ള നാട്ടുകാർ ചോദ്യം ചെയ്തു തുടങ്ങി. ഒരാണും പെണ്ണും കെട്ടവനാവാൻ വേണ്ടിയിട്ടാണോ പുറത്തേക്ക് പഠിക്കാൻ വിട്ടതെന്ന് വരെ വീട്ടിൽ ചോദിച്ചു തുടങ്ങി. അപ്പോൾ അതിനുശേഷം വീട്ടുകാർ പിന്നെ ഫീസ് അടയ്ക്കാൻ, അവരുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. പിന്നെ ഫീസ് അടയ്ക്കുന്നത് സ്റ്റോപ്പായപ്പോൾ പിന്നെ വീട്ടിൽ ചോദിക്കാനും എനിക്ക് തോന്നിയിരുന്നില്ല. ഞാൻ പിന്നെ ടെർമിനലിലൊക്കെ പോയി പാർട്ട് ടൈമായിട്ട് പാത്രം കഴുകാനും തൂപ്പുകാരനായിട്ടൊക്കെ ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ 8 മണിക്കൂറോളൊക്കെ ജോലി ചെയ്ത് 1 മണിക്കൂറൊക്കെ ഫ്ലൈ ചെയ്തിട്ടൊക്കെയാണ് അവിടെ നിന്നിരുന്നത്. പിന്നെ താമസിക്കാൻ സ്കൂൾ അക്കോമഡേഷനിൽ ഫീസ് കൊടുക്കാതെ നിൽക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സ്ഥലത്തൊക്കെയാണ് താമസിച്ചിരുന്നത്. അങ്ങനെ നാട്ടിലോട്ട് തിരിച്ചു വന്നപ്പോൾ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റിയിരുന്നില്ല. കാരണം ആളുകൾ എന്ത് ചോദിക്കും, ആൺകുട്ടിയുടെ പോലെ ഇരിക്കുന്നത്, എന്തുകൊണ്ട് ഷോർട്ട് ഹെയർ ആക്കി, എന്താണ് മുടി വെട്ടിയത്, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കും. അതുപോലെ തന്നെ ഈ ഫേസ്ബുക്കിൽ കണ്ട എൻ്റെ പോസ്റ്റുകൾ, ഈ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്തതിനെ തുടർന്നുണ്ടായിരുന്നല്ലോ എല്ലാ കാര്യങ്ങളും അവരെ വീട്ടുകാരുടെ അടുത്ത് വന്ന് ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങുകയും അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് അവർക്ക് ഉണ്ടായി. നാട്ടുകാർ അവരെ കുറ്റപ്പെടുത്തുന്നു. അതിൽ നിന്നെല്ലാം അവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. എറണാകുളത്തേക്കാണ് ഞാൻ ഇറങ്ങിപ്പോയത്. അവിടെ ചെന്ന് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചു എറണാകുളത്ത് ചെന്നിട്ട്. കാരണം ഡ്രസ്സും ക്ലോത്ത്സും ഒന്നും ഉണ്ടായിരുന്നില്ല, അതെല്ലാം ഡിസ്ട്രോയ് ചെയ്ത് കളഞ്ഞിരുന്നു. ആകെയുള്ള കയ്യിൽ സർട്ടിഫിക്കറ്റ്സ് ആയിരുന്നു. അത് വെച്ച് അവിടെ പോയി ഒരു ജോലി ചെയ്യണമെങ്കിലും ദിവസം ഡ്രസ്സെങ്കിലും വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് പോകണം. കാരണം ഒരു ഏവിയേഷൻ ഫാക്കൽറ്റി എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ജ്യൂസ് സ്റ്റോളിൽ വർക്ക് ചെയ്തു. അതിനുശേഷം അതിൽ നിന്ന് കിട്ടുന്ന ഏണിങ് കൊണ്ടൊക്കെയാണ് ദിവസം മേനകയിൽ പോയിട്ട് ഡ്രസ്സൊക്കെ വാങ്ങിച്ചുകൊണ്ടുവന്ന് പിന്നീട് ഒന്ന് സെറ്റായി തുടങ്ങിയപ്പോൾ ഏവിയേഷൻ അക്കാഡമിയിൽ ജോബിന് കയറി. പിന്നെ ഫുഡും അക്കോമഡേഷനും പല സ്ഥലങ്ങളും നിൽക്കാൻ തന്നെ ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ല. റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലൊക്കെ കിടന്നുറങ്ങിയ സമയങ്ങൾ ഇപ്പോഴും ഓർമ്മയുണ്ട്. പക്ഷേ അതിന് ശേഷം പിന്നീട് കുറച്ച് മണിയൊക്കെ ഏൺ ചെയ്തതിന് ശേഷം പിന്നെ ഏവിയേഷൻ അക്കാഡമിയിൽ വീണ്ടും ആ ജോലിക്ക് ചേർന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒരുപാട് സ്ട്രഗിൾ ചെയ്തെങ്കിലും ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് അതിൽ ഉണ്ടായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എനിക്ക് ഞാനായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ ഐഡൻറ്റിറ്റി എന്താണ് അത് മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് തുറന്ന് ഒരു പേടിയില്ലാതെ ജീവിക്കാൻ പറ്റുന്നുണ്ട്. ആരുടെ മുമ്പിലും മറച്ചു വെക്കേണ്ടി വന്നിട്ടില്ല. അതാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം. പക്ഷേ സെയിം ടൈം വീട്ടുകാരെ നന്നായി മിസ് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് ആരും ഇല്ലെങ്കിൽ എന്നെ കൂടെ നിർത്തുന്ന എൻ്റെ കമ്മ്യൂണിറ്റിയിലെ തന്നെ എൻ്റെ മമ്മിയായിട്ടുള്ള ശീതൽ ശ്യാം. അമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എല്ലാം ഒരു ഫ്രണ്ടിനെ പോലെ തുറന്നു പറയാം. എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉള്ള കാര്യമാണെങ്കിൽ മുൻകൂട്ടി അത് പറയും, അങ്ങനെ ചെയ്യരുത്, എല്ലാം ഭയങ്കര കെയറിങ് ആണ്. പപ്പയുടെ പേര് സ്മിൻഡോ ചാലപ്പാട്ട് എന്നാണ്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ചാനലിലൊക്കെ. ശീതൽ മമ്മിയുടെ പാർട്ട്ണറാണ്. അപ്പം പപ്പ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെയാണ്. എന്തുണ്ടെങ്കിലും എനിക്ക് തുറന്നു പറയാം. ഒരു കൂട്ടുകാരൻ എങ്ങനെയാണോ അതുപോലെയാണ് എൻ്റെ പപ്പ. അപ്പോൾ എനിക്കിപ്പോൾ പോകാൻ ഇടങ്ങളുണ്ട്. അതായത് ഒറ്റയ്ക്കാണെന്ന് തോന്നുവാണെങ്കിലും ഇപ്പോൾ പപ്പയുടെ അടുത്ത് പോകാം. അങ്കമാലിയിലാണ്, അവിടേക്ക് പോയി നിൽക്കാം. സ്ഥിരമായിട്ടൊരു സ്ഥലമില്ലെങ്കിലും എന്തെങ്കിലും വിഷമം വരുമ്പോൾ ഞാനിപ്പോൾ എന്തെങ്കിലും പാർട്ട് ടൈം വർക്ക് കിട്ടുകയാണെങ്കിൽ അവിടെയും തിരുവനന്തപുരത്തും കൊല്ലത്തും അങ്ങനെയൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഇനി എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു കൊമേഴ്ഷ്യൽ എയർലൈനിൽ പൈലറ്റ് ആവുക എന്നുള്ളതാണ്. പിന്നെ സ്വപ്നങ്ങളുണ്ടായിരുന്നു വേറെയും. ഒരു എയർഫോഴ്സിൽ വർക്ക് ചെയ്യണം, ഫൈറ്റർ പൈലറ്റ് ആവണം എന്ന സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മിലിറ്ററി, അതുപോലെ എയർഫോഴ്സ്, നേവി എന്നിവിടങ്ങളിൽ ട്രാൻസ്ജെൻഡേഴ്സിന് ഇതുവരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ആ ഒരു പ്രശ്നം കാരണം ആ ഒരു സ്വപ്നം കുഴിച്ചു മൂടേണ്ടി വന്നു. ഇല്ല, ഉപേക്ഷിച്ചിട്ടില്ല, ഞാൻ ശ്രമിക്കുന്നുണ്ട്. സിവിൽ ഏവിയേഷൻ അതോറിറ്റിക്ക് ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി ഏവിയേഷൻ മിനിസ്റ്ററെ കൂടി കാണണം എന്നതാണ് ഒരു ലക്ഷ്യം. കൊമേഴ്ഷ്യൽ പൈലറ്റ് ട്രെയിനിങ്ങിന് ശേഷം ഒരു എയർലൈൻ പൈലറ്റ് ആവുക എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്.
സോ അതിനുശേഷം എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള ഓരോരുത്തരെയും എനിക്ക് ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്. എൻ്റെ ശീതളമമ്മയുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഫ്ലൈ ചെയ്യണം എന്നുള്ളത്. അപ്പം ഞാൻ പൈലറ്റായി കഴിഞ്ഞാൽ എൻ്റെ മമ്മീനെ കൂടെ കൊണ്ടുപോകണം. അതുപോലെ അനിൽ അങ്കിളിനെ, പിന്നെ എൻ്റെ ഫ്രണ്ട് നയന നികിത, പിന്നെ ഖാൻ മുഹമ്മദ്, ഇവരൊക്കെ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അശ്വിൻ, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അനഘ, അതുപോലെ അർജുൻ, ഇവരെല്ലാവരുമാണ് എൻ്റെ തകർച്ചയിൽ എൻ്റെ കൂടെ നിന്നവർ. അതുപോലെ എൻ്റെ തളർച്ചയിൽ എന്നെ താഴ്ത്താനും തകർത്താനും ശ്രമിച്ചവർക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം നിങ്ങളായിരുന്നു എൻ്റെ പ്രചോദനം. അപ്പം ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് ഈ അവസരം ഒരുക്കി തന്ന കേരള ഗവൺമെൻറ്റിനും അതുപോലെ ബിജു പ്രഭാകർ സാറിനും ശൈലജ ടീച്ചർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്.